ഒരു ചിന്തയാണ് ഈ 2 ദിവസങ്ങളിലും നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യം. അല്ലെങ്കിൽ ദ മോമെൻറ്റ് യു ഹേർഡ് ദറ്റ് വേഴ്സ്, ദറ്റ് തോട്ട് ആൻഡ് ഓൾ ദ മെസ്സേജസ് ദറ്റ് കെയിം ടു യുവർ മൈൻഡ്, ഐ ആം പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. റോമർ 8:28 എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ നാം ആവർത്തിച്ച് ഉയർത്തുന്ന ഒരു വചനമാണ്. ആ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. വചനങ്ങൾ ധാരാളം വാക്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയും. യു ക്യാൻ സീ ദാറ്റ് ഓൺ ദ സ്ക്രീൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു അറിവാണ് എന്ന് നാം അറിയുന്നു. ആ പദത്തിൽ നിന്ന് ആൻഡ് വി നോ, അതാണ് നാം വേണ്ടവണ്ണം ഇത് വിഷയം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന ചോദ്യം. ഇത് നാം നമ്മുടെ പ്രാർത്ഥനയിലും പ്രസംഗത്തിലും ഒക്കെ വി റിസൈറ്റ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ, ബട്ട് the fact we need to know that whether we have a good knowledge and understanding about the significance and meaning of this word in its original truth and power, അത് നമുക്കിന്ന് രാത്രി ഒന്ന് അറിയണം. അറിയേണ്ട വിധത്തിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം നാം അറിഞ്ഞിട്ടുണ്ടോ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ കൂടെ ആ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാവകാശം അവതരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ദൈവവചന കേൾവി തന്നെ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മിയർ എക്സൈറ്റ്മെൻറ്റ്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് എക്സൈറ്റ്മെൻറ്റ് വെൻ പ്രീച്ചിങ് ഓർ റീഡിങ് ദ വേർഡ് ഓഫ് ഗാഡ്. But beyond the excitement, we need to be, as I said in the very beginning, we need to be rooted, grounded and established, and it has to bring a long-lasting revival. Hallelujah. ഇത് സുദീർഘമായ ഒരു ഉണർവിന് വേണ്ടിയാണ്, താൽക്കാലികമായ ഒരു ഉണർവല്ല ഇതിൽ കൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ദീർഘകാലം നിലനിൽക്കുന്ന, അർത്ഥാൽ നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവിക ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകണം. വിശുദ്ധ തിരുവെഴുത്തിന് 2 നിയമങ്ങളായിട്ടാണ്. നാം പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ അല്പം അങ്ങ് പഴയതായി പോയോ എന്നൊരു സന്ദേഹം ഒരു കൂട്ടർക്കും, ഇത് പുതിയതായതുകൊണ്ട് നമ്മൾ എടുക്കണോ എന്നൊരു സന്ദേഹം വേറൊരു കൂട്ടർക്കും ഉണ്ട്. അങ്ങനെ ഈ പഴയത് പുതിയതെന്ന് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ 2 വശങ്ങളാണ്. ദൈവിക സ്വഭാവത്തിൻ്റെ 2 ശ്രേഷ്ഠതകളാണ്. ഒരു നാണയം എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഡോളർ നോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് മാത്രമേ പ്രിൻറ്റിങ് ഉള്ളതുണ്ടെങ്കിൽ അതിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താലും അതിനൊരു വാലിഡിറ്റി ഇല്ല. ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ 2 വെളിപ്പാടുകളാണ് 66 പുസ്തകങ്ങൾ, 1189 വാക്യങ്ങൾ, അല്ലെങ്കിൽ 31,123, 73 എന്നൊക്കെ പറയുന്നുണ്ട് വാക്യങ്ങൾ. ഇതെല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ 2 നിയമങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ നീതിയുടെ നിയമമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതിയുടെ നിയമമാണ്. ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവം, ആർക്കും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവം, മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളുള്ള സ്വർഗസ്ഥലങ്ങളിൽ സിംഹാസനമിട്ട് ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ നീതിയുടെ മുഖമാണ്. അതുകൊണ്ടാണ് പാപത്തോട് ദൈവം അത്രമാത്രം പ്രതികരിച്ചത്. പഴയ നിയമത്തിൽ കാണുന്ന ദൈവം ക്രൂരനാണോ എന്ന് തോന്നുന്നത്, പർവ്വതം തൊട്ടുന്ന മൃഗം പോലും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം എന്നുള്ള നിയമം അവർക്ക് കഠിനമായി തോന്നി. മോശ പോലും ഭയപ്പെട്ട് മാറിപ്പോയി എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അരികിലെത്തുവാൻ, വചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗം പോലും തൃക്കണ്ണിന് പരിശുദ്ധമല്ല. ആലോചിച്ച് നോക്കൂ, സ്വർഗം പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പരിശുദ്ധമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ പ്രമാണമാണ്. എന്നാൽ പുതിയ നിയമം എന്ന് നാം വായിക്കുന്ന മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ളത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമമാണ്. നീതിമാനായ ദൈവം ഒരേ കൈകൊണ്ട് സ്നേഹവും കൂടെ പ്രദർശിപ്പിക്കുന്ന, അതുകൊണ്ടാണ് ഇന്ന് രാത്രി എനിക്കിവിടെ നിൽക്കുവാനും നിങ്ങൾക്കിവിടെ ഇരിക്കുവാനും കഴിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഒരുമിച്ച് ചുംബിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാ കാൽവറി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പ്രസംഗ ശുശ്രൂഷ കൊണ്ട് കഴിഞ്ഞ 32 വർഷമായി തുടർമാനമായി പ്രസംഗിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. സഭാ ശുശ്രൂഷ ഒരുമിച്ച് സഞ്ചരിച്ചുള്ള ചെറിയ ശുശ്രൂഷകളും ചെയ്യാറുണ്ട്. 3 തരത്തിലാണ് വചന ശുശ്രൂഷയെ ഞാൻ കാണാറുള്ളത്. കാരണം എല്ലാ വചന ശുശ്രൂഷയിലും, അത് ചർച്ച് മീറ്റിംഗ് ആണെങ്കിലും കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിലും, ഈവൻ ഫോർ ദ ഫ്യൂണറൽ സർവീസ്, ഇറ്റ്സ് നെവർ മേക്ക് ഇറ്റ് ആസ് എ പ്രോഗ്രാം. കല്യാണത്തിന് ഒരു 10 മിനിറ്റ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കുന്നവർക്ക്? ആദ്യമൊക്കെ പറയുമ്പോൾ ടെക്സ്റ്റ് ചെയ്യും, പാസ്റ്റർ യു വിൽ ബി മിനിസ്റ്ററിങ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ ദ 30 minutes. സോ ആസ് ദ ഡേറ്റ്സ് ആർ ക്ലോസിംഗ് ബൈ ദേ വിൽ ടെക്സ്റ്റ് അഗെയിൻ. വെൻ വി പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം തികയുന്നില്ല, ഒരു 20 minutes കാണും. സമയമാകുമ്പോൾ ചെവി വന്ന് പറയും 10 മിനിറ്റ് കൊണ്ടൊന്ന്
അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അതെല്ലാത്തിനും അങ്ങനെയാണ്. ഫ്യൂണറലും ഒക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ലാസ്റ്റ് വരുന്ന ഉടനെ എന്തിനാണ് വചന സമയം കുറയുന്നത്? ചർച്ചയിൽ പോലും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതായാലും ഇതൊരു പ്രോഗ്രാമായിട്ട് കാണരുത്. വചന ശുശ്രൂഷ ദൈവമക്കളുടെ കൂടിവരവിൻ്റെ ഒഴിച്ചുകൂടാത്ത ഭാഗമായി മാറണം. സ്തോത്രം ഹല്ലേലൂയ. അതിൻ്റെ സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഘനമായിരിക്കണം. ദൈവവചനം കഥനത്തിനുള്ള സമയമല്ല, ഹല്ലേലൂയ, സമയം പോക്കാനുള്ള സമയമല്ല. ദൈവവചനം ആധികാരികമായിരിക്കണം. പ്രധാനമായി 3 ആശയങ്ങളുണ്ട്. ഹല്ലേലൂയ. എവരി പ്രീച്ചിങ് ഹാസ് ടു ഹാവ് ഇൻഫർമേഷൻ. ദൈവവചനത്തിനകത്ത് ഹല്ലേലൂയ അറിവുകളുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് വചനം എഴുതി പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ ദൈവദാസന്മാർ ചിട്ടയോടുകൂടെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ദേ ആർ ഗിവിങ് ആൻ ആംബിൾ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ തന്നെ ദർ ഷുഡ് ബി ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കണം. ദൈവവചനത്തിനകത്ത് ശാസനം ഉണ്ടായിരിക്കണം, ഗുണീകരണം ഉണ്ടായിരിക്കണം. അത് മറന്നു പോകല്ലേ. മൂന്നാമത് ദർ ഇസ് ഇൻസ്പിറേഷൻ, പ്രചോദനം ഉണ്ടായിരിക്കണം. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ഓൺലി വി വിൽ ഗിവ് ഇൻഫർമേഷൻ. ചിലർ അല്ലെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞ് ദൈവവചനത്തിൻ്റെ ഇൻഫർമേഷൻ മാത്രം പറയുന്നു. ചിലർ തുടങ്ങിയാൽ അവസാനം വരെ വടിയെടുത്തുകൊണ്ട് ശാസനം മാത്രമേ ഉള്ളു. ചിലർക്കല്ല ഇതൊന്നും വേണ്ട, എല്ലാവരും വന്നാൽ സ്പ്രിങ്ങേ നിൽക്കണം, ഉണർവായിരിക്കണം, ഇൻസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ദൈവവചന ശുശ്രൂഷ ദൈവസഭകൾക്ക് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് 2 തിമോഥെയോസ് 3:16-17 വാക്യങ്ങളിൽ ഹല്ലേലൂയ എന്താണ് ദൈവവചനം? ഹല്ലേലൂയ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന സകല വചനങ്ങളുടെയും ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. പിതാവായ ദൈവം ഹല്ലേലൂയ അല്ലെങ്കിൽ ഏക ദൈവം തൻ്റെ ആദരം തുറന്നപ്പോൾ തൻ്റെ ശ്വാസോച്ഛ്വാസമായി പുറത്തേക്ക് വന്നതാണ് ദൈവത്തിൻ്റെ വചനം. അർത്ഥാൽ ദൈവത്തിൻ്റെ ജീവനാ ദൈവത്തിൻ്റെ വചനം. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഐ ആം ബ്രീതിങ് ഹല്ലേലൂയ ബൈ ക്ലോസിങ് മൈ മൗത്ത് ഓർ നോസ്. ഐ cannot speak a single word. The same way when God opened his mouth, when God began to breathe, the word came out. That's exactly what bringing life into our life. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആദരത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൻ്റെ ജീവൻ്റെ ആവശ്യമാണ്. അത് ആദമിൻ്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ അവൻ ചലിക്കുന്ന മനുഷ്യനായി മാറി. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് നാം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും ദൈവവചനത്തിന് ഇത്ര ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആകെ ലക്ഷ്യം ദൈവത്തിൻ്റെ മനുഷ്യൻ, ദോസ് ഹു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ദോസ് ഹു ബിലോങ് ടു ഗോഡ് എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും. ഹല്ലേലൂയ. മാസത്തിൽ 2 പ്രാവശ്യമോ ആഴ്ചയിൽ ഒരിക്കലോ ഒരു ചാരിറ്റി വർക്ക് ചെയ്യുന്ന കാര്യമല്ല, പൈസ ഉള്ളപ്പോൾ ചെയ്യുന്ന കാര്യമല്ല. ഫോർ ഓൾ ഗുഡ് വർക്ക് എന്നാണ്. സകല സൽപ്രവർത്തിക്കും. അത് കുടുംബത്തിലാണേലും സഭയിലാണേലും ദേശത്തിലാണേലും സമൂഹത്തിലാണേലും നമുക്കുള്ള സാമൂഹിക പ്രതിബദ്ധതയും ആത്മീയ പ്രതിബദ്ധതയും ഒരുപോലെ നിവർത്തിക്കുന്ന നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്നതാ ദൈവത്തിൻ്റെ വചനം. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ പ്രാപിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ആകേണ്ടതിന് ഇവിടെ ഉപദേശമുണ്ട്, ഇവിടെ ശാസനമുണ്ട്, ഇവിടെ ഗുണീകരണമുണ്ട്. ഈ മണ്ണ് കൊണ്ട് അവസാനിക്കാതെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന അഭ്യാസങ്ങളും പരീക്ഷണങ്ങളും പ്രതീക്ഷകളുമൊക്കെയുണ്ട്. അങ്ങനെയുള്ളതാണ് ദൈവവചനമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പാർഷ്യൽ ഗോസ്പലായി മാറും. ഇല്ലെങ്കിൽ ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ സനാതന സന്ദേശത്തിൻ്റെ സവിശേഷത ജനത്തിൻ്റെ ഹൃദയത്തിൽ എത്താതെ പോകും. അതിന് ഏറ്റവും ഉദാത്തമായ തെളിവ് യേശുക്രിസ്തുവാണ്. ഞാനൊരു മുഖവര പറഞ്ഞുവെങ്കിലും ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ലോകം കണ്ട ഏറ്റവും നല്ല പ്രഭാഷകൻ മനുഷ്യൻ എന്ന നിലയിൽ നല്ല നല്ല പ്രസംഗങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. നോഹയുടെ പ്രസംഗം തുടങ്ങി, ഹാനോക്കിൻ്റെ പ്രഭാഷണം തുടങ്ങി, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പ്രഭാഷണങ്ങളുണ്ട്. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം പ്രഭാഷകരുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ ഹല്ലേലൂയ കരുത്തുള്ള പ്രഭാഷകന്മാരുടെ, സ്തേഫാനസിനെ പോലെ സുദീർഘമായ പ്രഭാഷണങ്ങൾ ഒക്കെ വിശുദ്ധ തിരുവെഴുത്തിലുണ്ടെങ്കിലും എന്നെ എക്കാലത്തും സ്വാധീനിച്ചത് ഹല്ലേലൂയ 33.5 വയസ്സ് ഈ മണ്ണിൽ ജീവിച്ച് 3.5 വർഷക്കാലം ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത യേശുവിൻ്റെ ആദരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ, മലയിൽ ഇരുന്നും നിന്നുകൊണ്ടും പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും പടകിലിരുന്നും കടൽക്കരയിൽ നിന്നുകൊണ്ടും ഒക്കെ ചെയ്ത, നടന്നു പോകുമ്പോൾ പോലും പ്രസംഗിച്ച യേശുവിൻ്റെ പ്രഭാഷണങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അന്നും ഇന്നും സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും ആവശ്യമായിരിക്കുന്ന 3 ഘടകങ്ങൾ അല്ലെങ്കിൽ ആ പ്രസംഗത്തിനുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രസംഗം കേട്ട് ഇരുന്ന് പോയവർ, നമുക്ക് 9 മണി വരെയാണ് ഇവിടെ സമയം പറഞ്ഞിരിക്കുന്നത്.
പറയുന്നത്, എന്നോട് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് നിർത്തണമെന്ന്. ഞാൻ നിർത്തിയില്ലെങ്കിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗം പോലെ ആൾക്കാർ എറിഞ്ഞിട്ട് നിർത്തുമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിരാതെ സമയത്തിന് തന്നെ ഞാൻ നിർത്തിക്കൊള്ളാം. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ പ്രഭാഷണത്തിന് 3 ദിവസമൊക്കെ ആൾക്കാർ ഇരിക്കുമായിരുന്നു. വിശേഷാൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇരിക്കുമായിരുന്നു. കാരണം അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് യേശുവിൻ്റെ പ്രഭാഷണത്തെ, ഇന്നത്തെ സംവിധാനമില്ല, മൈക്കില്ല, കാര്യങ്ങളില്ല, വർഷിപ്പ് ടീമില്ല, ലീഡ് ചെയ്യാൻ ആളില്ല, ആശീർവാദം പറയാൻ ആളില്ല, തുടങ്ങിയാൽ അവസാനം വരെ പറയുന്ന യേശുവിൻ്റെ പ്രഭാഷണത്തെ പിടിച്ചിരുത്തിയതിൻ്റെ 3 തത്വങ്ങൾ, സംഗതികളുണ്ട്. അതിന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ എല്ലാ പ്രസംഗങ്ങളും നമുക്ക് ഉപകാരമായി ഫലിക്കും. ഹല്ലേലൂയ. എല്ലാ പ്രഭാഷകരും ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യേക ടൈറ്റിലൊന്നും വേണ്ട. ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മെമ്മറി വേഴ്സ് ഇവിടെ നിന്ന് പറഞ്ഞാലും അത് ഹൃദയത്തിൻ്റെ മാംസപ്പലകിൽ കുറിവാക്യമായി മാറുന്നതിൻ്റെ കാരണം വചനത്തിനകത്തൊരു ഉള്ളടക്കമുണ്ട്. ഒന്ന്, യേശുവിൻ്റെ പ്രഭാഷണത്തെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യമാണ്. മത്തായി 5:6-7 എന്ന സുദീർഘമായ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിലുള്ള ആശീർവാദ വചനമായി ഇങ്ങനെ പറയുന്നു. അവർ ഹല്ലേലൂയ യേശുവിൻ്റെ പ്രസംഗം കേട്ട ജനം ഇങ്ങനെ വിലയിട്ടു. നമ്പർ 1, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. ഒന്ന്, യേശുവിൻ്റെ വചനം അധികാരത്തിൻ്റെ വചനമായിരുന്നു. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിലെ അക്ഷരങ്ങൾ തിളങ്ങുന്ന അക്ഷരങ്ങളാണ്. അത് കേവലം കൈയെഴുത്ത് പ്രതിയായിട്ടോ കേവലം പ്രിൻ്റ് ചെയ്ത പുസ്തകമായിട്ടോ ഞാൻ പറയുന്നതല്ലേ. അതിൻ്റെ പുറംചട്ടയെക്കുറിച്ചല്ല പറയുന്നത്. അതിൻ്റെ ഉള്ളടക്കം സാക്ഷാൽ വചനമായവനെ വെളിവാക്കുന്നതാണ്. ഇത് അധികാരത്തിൻ്റെ വചനമാണ്. പാപത്തിന്മേൽ അധികാരമുണ്ട്, രോഗത്തിന്മേൽ അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, പിശാചിന്റെ മേൽ അധികാരമുണ്ട്, മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുള്ള വചനമാണ് യേശുവിൻ്റെ വചനം. ഹല്ലേലൂയ. ദൈവസഭ ഇത് തിരിച്ചറിയണം. ഈ വചനത്തിന് അധികാരമുണ്ടെന്ന് അതരം തുറന്ന് നിങ്ങൾ പറയുമ്പോൾ, ഒരു ദൈവദാസൻ സങ്കീർത്തനം വായിച്ചു, ഐ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ബിക്കോസ് ഹല്ലേലൂയ. വചനം പറയുമ്പോൾ വചനത്തിനകത്ത് അധികാരമുണ്ട്. പാട്ട് പാടുന്നവർ ഒരു വചനം പറയുമ്പോൾ ആ വചനത്തിനകത്ത് അധികാരം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനമാവോളം പറഞ്ഞാട്ട് ശതാധിപൻ പറഞ്ഞ പോലെ, യേശുവേ ഹല്ലേലൂയ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ, ഒരു വിജാതിനായ മനുഷ്യന് യേശുവിൻ്റെ അതിരത്തിൽ നിന്ന് പൊഴിയുന്ന വചനത്തിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അധികാരം തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പെന്തിക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന, ഞങ്ങൾ വായിക്കുന്ന, ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലെ ഉള്ളടക്കത്തിൻ്റെ അധികാരം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അധികാരത്തിൻ്റെ വചനമായിരുന്നു. 2, യേശുവിൻ്റെ വചനത്തെ ജനങ്ങൾ വിലയിരുത്തിയത് ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 22-ാമത് വാക്യമാണ്. ലൂക്കോസ് 4:22. ഹല്ലേലൂയ. കഫർന്നഹൂമിലെ പള്ളിയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ പ്രഭാഷണത്തെ വിലയിരുത്തിയ ജനങ്ങൾ പറയുന്നു, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ലാവണ്യ വാക്ക്, സ്വീറ്റ് വേർഡ്സ് എന്നാണ് പറയുന്നത്. അവിടെ ലാവണ്യ വാക്കുകളായിരുന്നു. സ്തോത്രം. ഗ്രേഷ്യസ് വേർഡ്സ് എന്ന വേർഷനുകൾ നമ്മൾ കാണുന്നുണ്ട്. കൃപയോടുകൂടിയ വചനം അല്ലെങ്കിൽ മധുരമേറിയ വചനം. അത് ചക്കരവാക്കും മുഖസ്തുതി എന്നുള്ള വചനമല്ല, മുറിവുണക്കുന്ന വചനങ്ങളായിരുന്നു. പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുന്ന, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്ന, മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്ന, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ദൈവവചനം മുറിവുണക്കുന്ന വചനമാ. ദൈവവചനം പീഡിതരെ കെട്ടടിച്ചു വിടുന്ന വചനമാ. ദൈവവചനം സ്വാതന്ത്ര്യത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ആർക്കും പറയുവാൻ കഴിയാത്ത ഹല്ലേലൂയ അനേക വേർപാടിൻ്റെ വാർത്തകൾ ഇടം വലം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് യൗവനക്കാർ അനേകർ മണ്ണ് വിട്ട് കടന്നു പോകുന്നു. അനേക ഫ്യൂണറൽ സർവീസുകൾ വർഷം തോറും നടത്താറുണ്ട്. അനേക ഫ്യൂണറുകളിൽ പ്രസംഗിക്കാറുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരെല്ലാം വാക്കുകൾ കൊണ്ട് അന്യോന്യം പറഞ്ഞിട്ട് പോകും. പക്ഷേ ഒരു തിരുവെഴുത്തന്നെ എപ്പോഴും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാറുണ്ട്. ഏത് ഫ്യൂണറലും ആ വാക്ക് ഞാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അതരത്തിൽ കൂടി ജനത്തോട് പറയുന്നു, കംഫോർട്ട് ഈച്ച് അതർ വിത്ത് ദീസ് വേർഡ്സ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ലോകത്തിൽ ഒരു വചനത്തിനും ആശ്വാസം തരുവാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒരു വചനത്തിനും കണ്ണുനീരൊപ്പുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം രാത്രി ആരുടെയെങ്കിലും കണ്ണുനീരൊപ്പിയിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നയീനിലെ വിധവയുടെ അല്ലെങ്കിൽ കണ്ണുനീരാണെങ്കിലും, ലാസറിലെ മാർത്തയുടെ മറിയയുടെ അല്ലെങ്കിൽ കണ്ണുനീരാണെങ്കിലും, യായിറോസിൻ്റെ വീട്ടിലാണെങ്കിലും ആരുടെയെങ്കിലും കണ്ണുനീരൊപ്പിയിട്ടുണ്ടെങ്കിൽ അത് കരയണ്ട എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനമാണ്.
ഇന്ന് രാത്രിയിലും നിങ്ങളുടെ തോളിൽ ആരോ കരം വെച്ചുകൊണ്ട് അത്യുന്നതൻ്റെ ആലോചന നിങ്ങളുടെ ചെവിയിലും കേൾക്കട്ടെ. കരയേണ്ട മകളെ, ഇന്ന് രാത്രി സമാധാനം കൈക്കൊള്ളൂ. വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വചനമേറ്റു പറ, ഇവിടുത്തെ കൃപയുടെ വചനമാണ്, എന്നെ സൗഖ്യമാക്കുന്ന വചനം, എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കുന്ന സമാധാനത്തിൻ്റെ വചനം, എൻ്റെ മുറിക്കകത്ത് വ്യാപരിക്കുന്ന അശുദ്ധ ശക്തികളെ ആട്ടിപ്പായിക്കുന്ന ദൈവത്തിൻ്റെ വചനം, എൻ്റെ മനസ്സിൻ്റെ വേദനകളെ അകറ്റി മാറ്റുന്ന അത്യുന്നതൻ്റെ ആലോചന. ഇത് ലാവണ്യ വാക്കുകളാണ്. ഹല്ലേലൂയ. ട്രൈ ദിസ് വേർഡ്. ഈ വചനം ഒന്ന് പരിശോധിച്ചാട്ടെ, ഈ വചനം ഒന്ന് പരിശോധിച്ചാട്ടെ. അതല്ലേ പ്രവാചകൻ പറഞ്ഞത്, ദൈവവചനത്തിൽ അന്വേഷിച്ച് നോക്കുവീൻ, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. When I preach for an hour, you may not find ample help from that. പക്ഷെ നിങ്ങളൊന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്കി തുറന്നു വായിക്കൂ. നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾക്കുള്ള ഇണ, നിങ്ങൾക്കുള്ള തുണ, നിങ്ങൾക്കുള്ള സഹായം ആ വചനത്തിനകത്തുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. Hallelujah. When you go through the hallelujah word of God, hallelujah, the word begin to go through your life. വചനത്തിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളിൽ കൂടി വചനം കയറുന്നതാ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം അല്ലേ മുറിവുണക്കുന്ന ഗ്രേഷ്യസ് വേർഡായിരുന്നു. മൂന്നാമത് ഹല്ലേലൂയ ജനത്തെ പിടിച്ചു നിർത്തിയത് ഹല്ലേലൂയ യേശുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68-ാമത് വാക്യമാണ്. അല്ലേ, കടൽക്കരയിൽ തടിച്ചുകൂടിയ ജനം അപ്പം തിന്ന് സന്തോഷിച്ച് ആഘോഷിച്ചിട്ട് ഇവനെ പിടിച്ച് മന്ത്രിയാക്കണമെന്നൊക്കെ പറഞ്ഞ് ആലോചന നടക്കുമ്പോൾ യേശു ചെറുപടകുകളൊക്കെ കയറി അക്കരയ്ക്ക് പോയി. അവിടെയും ആൾക്കാരെല്ലാം യേശുവിൻ്റെ പുറകെ കൂടി. പ്രസംഗത്തിൻ്റെ ശൈലി മാറി. എന്നും എല്ലാ ഞായറാഴ്ചയും ഒരേ പ്രസംഗം പ്രസംഗിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. കഴിഞ്ഞ ആഴ്ച പാസ് സങ്കീർത്തനത്തിൽ കൂടെ വളരെ മനോഹരമായിട്ട് ഹല്ലേലൂയ, യഹോവൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകിയില്ല. വി വർ എക്സൈറ്റഡ്, വി വർ ഓൺ ഫയർ. ഹല്ലേലൂയ. നെക്സ്റ്റ് സൺഡേ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തെ മറക്കുന്നവർ ഇത് ഓർത്തുകൊള്ളു, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. നമുക്കെല്ലാവരും ഓട്ടിട്ട് പാസ്റ്ററെ മാറ്റാമെന്നൊന്നും പറഞ്ഞു കളയരുത്. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാ ആഴ്ചയും ഒരേ പ്രസംഗം പ്രസംഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി മാറി. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ 1000 സൗഖ്യം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ 5 അപ്പം കൊടുത്താൽ 5000 തൃപ്തി വരുന്നു. 2 മീൻ കൊടുത്തു കഴിഞ്ഞാൽ അനേകർ സന്തുഷ്ടരായി എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ഗലീലയുടെ അങ്ങേക്കരയിൽ, ഗെന്നസേരത്ത് തടാകത്തിൻ്റെ അങ്ങേക്കരയിലെ പ്രസംഗം, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന കഴിച്ചിട്ടും അവർ മരിച്ചുപോയി, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. നാം വായിക്കുന്നത് ജനം ഇടറാൻ തുടങ്ങി. ഇവൻ്റെ മാംസം ഞങ്ങൾ എങ്ങനെ ഭക്ഷിക്കും? അബ്രഹാമിനേക്കാൾ പ്രായമുണ്ടെന്നൊക്കെ പറയും. ഇവന് ഭ്രാന്താണ്, ഇവന് ഭൂതമുണ്ട്, ബയോസബൂലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കലഹമായി. ജനങ്ങളെല്ലാം മാറാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ വലിയൊരു കൂട്ട്, 12 ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരല്ലാതെ ഒരു വലിയ സംഘമുണ്ടായിരുന്നു. അവരും തിരിച്ച് വണ്ടി പിടിച്ചിട്ട്, പടക് പിടിച്ചിട്ട് അക്കരയ്ക്ക് പോയി. ഇനിയും കറങ്ങിക്കൂടി നിൽക്കുന്ന 12 പേരുടെ യേശു ചോദിച്ചു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, ഒരു നിർബന്ധമില്ല. ആളെ കൂട്ടി നിർത്തുന്ന സഭയൊന്നുമല്ല, നിങ്ങളെ കൂട്ടി നിർത്താനൊന്നുമല്ല. വചനത്തോട് നീതി പുലർത്തുന്നവർക്കാ ദൈവസഭയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അല്ലല്ലേ, നിങ്ങൾക്കും വേണേ പോകാം. ഉടനെ പത്രോസ് ഒരു ചുവട് മുന്നോട്ട് വെച്ച് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാ കർത്താവേ? അപ്പം ഞങ്ങൾക്ക് കടലിൽ കിട്ടും, മീൻ ഞങ്ങൾക്ക് കടലിൽ കിട്ടും, പക്ഷേ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. യേശുവിൻ്റെ പ്രസംഗത്തോട് ജനത്തെ ചേർത്ത് വെച്ചതിൻ്റെ മൂന്നാമത്തെ കാരണം ഇത് നിത്യജീവൻ്റെ മൊഴികളാണ്. മണ്ണുകൊണ്ട് അവസാനിക്കാത്ത, കല്ലറയ്ക്കപ്പുറത്തൊരു ചലിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റുന്ന, ഈ മണ്ണിലെ സ്വപ്നങ്ങൾക്കപ്പുറത്ത് ഒരു സിയോൻപുരിയുണ്ട് എന്ന കാഴ്ചപ്പാട് എന്നിലും നിങ്ങളും തന്നത് ജീവൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതാ ദൈവവചനം നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. 1, ഇത് അധികാരത്തിൻ്റെ വചനമാണ്. 2, ഇത് കൃപയുടെ വചനമാണ്. 3, ഇത് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന നിത്യജീവൻ്റെ മൊഴികളാണ്. അതെ, നമ്മുടെ വചന ധ്യാനവും വചന പഠനവും വചന ശുശ്രൂഷയുമൊക്കെ ഈ 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. തുടർന്നുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ ഹല്ലേലൂയ അടുത്ത ദിവസം ഓർപ്പിക്കാം. എല്ലാ പോയിൻറ്റും പറയണമെന്നൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് പോയിൻ്റ് ഇതിന് എത്ര ഉണ്ട്? എനിക്ക് 5 വെളിപ്പാട് പറയണം ഈ പുസ്തകത്തിൽ നിന്ന്, പക്ഷേ 5 എണ്ണം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഏതായാലും നമുക്ക് തുടങ്ങി വെക്കാം. ഹല്ലേലൂയ. റോമർ 8:28 വായിച്ച വാക്യം, ഹല്ലേലൂയ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്ങനെ നമുക്കുണ്ടാകുന്നു? 5 വെളിപ്പാടുകളാണ് ഈ 8-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 5 അല്ല, 500 വെളിപ്പാട് വേണമെങ്കിൽ അതിനകത്ത് കണ്ടുപിടിക്കാം. 39 വാക്യത്തിൽ നിന്നും ഹല്ലേലൂയ ധ്യാനിച്ചും ഹല്ലേലൂയ മാസങ്ങളോളം പ്രസംഗിക്കാനുള്ള വക അതിനകത്തുണ്ട്. പക്ഷേ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് നിയോഗമുള്ളത് 5 വെളിപ്പാടുകളാണ്. അതിൽ 1-2 ഇന്ന് രാത്രി വേഗം
വേഗത്തിൽ ധ്യാനിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. AD 87 എഴുതിയ റോമൽ, ഞാൻ പറഞ്ഞില്ല ദൈവദാസന്മാർ, ഹല്ലേലൂയ, നന്നായി വചനം കൈകാര്യം ചെയ്യുന്ന പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ സമൂഹമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു സ്ഥിരീകരണം എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ബൈബിൾ ചരിത്രങ്ങളും ബൈബിൾ കാനോനീകരണവും ഒക്കെ നമുക്കറിയാമെങ്കിലും അതിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ മാത്രമാണ് വിശ്വസനീയം. പലപ്പോഴും നമുക്ക് എടുക്കാൻ നിർബന്ധമില്ല, പലരും എഴുതിയതൊക്കെയല്ലേ, തെളിവുകളൊക്കെ കണ്ടേക്കാം. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ തർക്കങ്ങളും വാദങ്ങളും ഇല്ലാത്ത ഒരു വലിയ വിഷയങ്ങളും വേദപുസ്തകത്തിൽ എല്ലാറ്റിലും തർക്കമുണ്ട്. തർക്കിക്കുന്നവർ തർക്കിക്കട്ടെ. പൗലോസ് പറഞ്ഞ കണക്ക് ഞങ്ങൾ അതിൻ്റെ പുറകെയൊന്നും പോകുന്നില്ല. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ കൊരിന്തിൽ ഗായോസിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് താൻ ഇതുവരെ പോയിട്ടില്ലാത്ത, ഇനി എനിക്ക് സ്പെയിൻ വഴി അവിടെയാണ് ചെല്ലേണ്ടത്, ആ റോമിലുള്ള വിശുദ്ധന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടിട്ട്, സ്തോത്രമല്ല, ഇവിടെ ഇരുന്ന് കേട്ടെന്നല്ല, നമ്മുടെ വിശ്വാസം സഭയെ പോലും കേട്ടിട്ടില്ല. സ്തോത്രമല്ല. നമ്മുടെ പല നമ്മുടെ സാക്ഷ്യമല്ല, പനി മാറിയ സാക്ഷ്യമല്ല. പറഞ്ഞാൽ എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്റർ ഈ ആക്സിഡൻ്റൊക്കെ കണ്ണോട് ചേർന്ന് മുട്ടിക്കഴിയുമ്പോൾ സാക്ഷ്യം പറയും കർത്താവിനെ വലിയൊരു അപകടത്തിൽ നിന്ന് വിടുവിച്ചു. അപകടം വരാതെ ദൈവം കാത്തു പരിപാലിച്ചില്ല. അതൊരു സാമ്പിൾ ദൈവം കാണിച്ചു തന്നതാ. ഇതുപോലെ ഹല്ലേലൂയ നിൻ്റെ ദേഹത്ത് വരേണ്ട പല അപകടങ്ങളെയും ഞാൻ തട്ടി മാറ്റിയതിന് എന്ന് നന്ദി പറയും. വന്ന് മുട്ടിയിട്ടൊരു സ്തോത്രം പറഞ്ഞതോ ലഭിച്ചിട്ടൊരു നന്മ പറയുന്നതോ അല്ല. അല്ലെ, കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ ഇന്നിവിടെ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ, പകൽ പറക്കുന്ന ഈ അസ്ത്രങ്ങളും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികളും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകരും എനിക്കും നിങ്ങൾക്കും നേരെ രാപ്പകലുണ്ട്. പക്ഷെ അത് ഒന്നുപോലും എൻ്റെ മേൽ കടന്നു വരാതെ വണ്ണം അവയെ തട്ടി മാറ്റിയ ദൈവസ്നേഹം. ഹല്ലേലൂയ. അതോർത്ത് ദൈവത്തിന് നന്ദി പറയണമെന്ന്. 3 സിമ്പിൾ പ്രിൻസിപ്പിൾ വി നീഡ് ടു പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫിൻ്റെ 3 പ്രിൻസിപ്പിളുണ്ട്. അത് എല്ലാ ദൈവമക്കളും, എല്ലാ ദേശക്കാരും, ഭാഷക്കാരും അല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. 1 തെസ്സലോനിക്കർ 5:16, 17, 18 3 വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിക്കണം. അവസരത്തിലും സാഹചര്യത്തിലും സ്ഥാനമാനങ്ങളിലും ഒന്നുമല്ല, എപ്പോഴും റിജോയ്സ് ഓൾവേസ്. അത് നമുക്കേ പറ്റത്തുള്ളൂ. ഒരു ദൈവ പൈതലിനല്ലാതെ മറ്റതെല്ലാം ജോലിയുടെയും സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും മാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള സന്തോഷങ്ങളാണ്. പക്ഷെ ഒരു ദൈവ പൈതലിന് 24 മണിക്കൂറും സന്തോഷമാണ്. 24 മണിക്കൂറും ഉള്ളം സന്തോഷിക്കുകയാണ്. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എൻ്റെ ഉള്ളം ദൈവത്തിൽ സന്തോഷിക്കുന്നു. ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, വേദനയിൽ ഞങ്ങൾക്ക് സന്തോഷം. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കൈ ചങ്ങലയിലാണെങ്കിലും കാലാമത്തിലാണെങ്കിലും ഞങ്ങളുടെ ആദരമടക്കുവാൻ ആർക്കാൻ കഴിയത്തില്ല. സുവിശേഷ നിമിത്തം ബന്ധനത്തിലാണെങ്കിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ഹല്ലേലൂയ ശുശ്രൂഷ ലഭിച്ചത് കൊണ്ട് അതിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. എപ്പോഴും സന്തോഷിക്കണം. 2, ഇടവിടാതെ പ്രാർത്ഥിക്കണം. You need to practice these 3 basic principles in our spiritual life. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പക്ഷേ എങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചാൽ പോരെ? പ്രൈസല്ലേ. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനല്ലേ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ രാവിലെ കുഞ്ഞുങ്ങൾ, ഇവിടെ എനിക്കറിയത്തില്ല, ഈ കേരളത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച്, ഒരു 22 വയസ്സ് വരെ ഞാനും കേരളത്തിലാണ് ജീവിച്ചത്. അപ്പോൾ കേരളത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ രാവിലെ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പൊതി കെട്ടിക്കൊടുക്കാൻ കൊള്ളാത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. ഞാൻ ഒരു മനസ്സിലാകുന്ന ഭാഷ പറയും. ഒരു ടിഫിൻ ബോക്സ് കൊടുത്തിട്ട് പറയും, മോനെ എല്ലാം എന്ത് ചെയ്യണം, കഴിച്ചോണം, ഒട്ടും കളയരുത് എന്ന് പറയും. ഇതെല്ലാം നമ്മൾ ഉറപ്പായിട്ട് പറയും. അതിൽ പിള്ളേർ കുറേ കളയുന്നവരുണ്ട്, കൊണ്ടുവരുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാട്ടിൽ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. എന്തറിയാമോ? ശ്വാസം വിടാൻ. ഇന്ന് വരെ ഏത് അമ്മമാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോനെ ഇടയ്ക്കിടയ്ക്ക് കാരണം ആഹാരമില്ലെങ്കിലും ഒരു 3 ദിവസങ്ങളിലൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലേ? വെള്ളമില്ലെങ്കിലും വേണേൽ കുറച്ച് നേരം നിൽക്കാം. പക്ഷേ ശ്വാസം വിടാതെ അങ്ങനെ ഏതെങ്കിലും അപ്പനും അമ്മ പറഞ്ഞു മോനെ കളിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇടയ്ക്ക് ശ്വാസം വിടാൻ മറക്കരുത്. അടി കൂടുന്നതൊക്കെ കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം. ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിൽ ഇരുന്നും സഭായത്തിനും ഇരുന്നു, പക്ഷേ ശ്വാസം വിടാൻ മറക്കരുത്. അല്ല, എന്താ പറയാത്തതിൻ്റെ കാരണം? അത് മറന്ന ആളെ ബുദ്ധിമുട്ട് അവൻ അറിഞ്ഞോളും. നിങ്ങൾ ഒരു 30 സെക്കൻഡ് മൂക്ക് പൊത്തിപ്പിടിച്ച് നോക്ക്, വിവരം നമുക്ക് അറിയാൻ പറ്റും. ഇതാ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഫീൽ ദ ഡിഫിക്കൽറ്റി വെൻ യു ആർ നോട്ട് ഇൻ കണക്റ്റഡ് വിത്ത് ഗോഡ്. ദൈവവുമായി ബന്ധപ്പെടാതിരിക്കുന്നത് ഒരു ശ്വാസം മുട്ടലായി മാറണം. പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ ഒരു ശ്വാസം മുട്ടലായി മാറണം, ഒരു ജീവൻ മരണ പോരാട്ടമായി മാറണം. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, എപ്പഫ്രാസിനെയൊക്കെ നോക്കിയാട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. Hallelujah. You may be working, you may be doing your kitchen work, or you may be working in the hospital, wherever it may be. You may be ministering, but your soul is directly connected with God. That's exactly what I mean. Pray without ceasing.
ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, വാ തുറന്ന് ചിലപ്പോൾ സ്വർഗസ്ഥനായ പിതാവെന്നോ നല്ലവനെ വല്ലവനെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഉള്ളം ദൈവത്തിൽ. 62-ാം സങ്കീർത്തനം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. 62-ൻ്റെ 8-ാം വാക്യം, 4-ാം വാക്യം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ഹൃദയം ദൈവസന്നിധിയിൽ കണക്ട് ചെയ്യുന്നതാ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുടെ ആവശ്യമേ ഇല്ല. ചിലരൊക്കെ പറയത്തില്ലേ, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? 3 കുർബാന കണക്ക്. നമുക്കങ്ങനൊന്നും ഇല്ല. ഈ സഭയിലുള്ള 500 പേർക്ക് വേണ്ടിയും ഒരേപോലെ പ്രാർത്ഥിക്കുന്നവരാ ദൈവദാസന്മാർ. അതുകൊണ്ട് വിശേഷ പ്രാർത്ഥനയൊന്നും ഇല്ല. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഉപവാസമൊന്നും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയും 21 ദിവസം ഉപവാസവും നിങ്ങൾക്ക് ഒരുപോലെയായിരിക്കും. ദൈവ സാന്നിധ്യം നാം ആസ്വദിക്കുന്നവരായിരിക്കും. മൂന്നാമതല്ല, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ആ ടെർമിനോളജിക്ക് അതൊരു അല്പം വ്യത്യാസമുണ്ടല്ലോ. വി മേ തിങ്ക് ദാറ്റ് നോ ഫോർ എവറിത്തിങ് ഗിവ് താങ്ക്സ്, നോ ഇൻ എവറിത്തിങ് ഗിവ് താങ്ക്സ് എന്നാ. എല്ലാറ്റിനും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതിനർത്ഥം ശ്രദ്ധിക്കണം, അല്പം ഒരു വ്യത്യാസമുണ്ട് ഈ പറച്ചിലിനകത്ത്. എല്ലാം ആസ്വദിച്ച് സ്തോത്രം ചെയ്യണം. ഇപ്പം ഞാൻ പറയുകയാണല്ലേ, വേദനയുള്ളവരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞാട്ടാ, പാസ്റ്റർ പറഞ്ഞല്ലേ, ഇനിയും ഇടത്ത് മറിച്ചിരിക്കുന്നത് കാണണം, നമ്മൾ കൈവക്കി ഹല്ലേലൂയ പറയും. ബട്ട് ക്യാൻ യു എൻജോയ്? മരണം യേശു ആസ്വദിച്ച പോലെ, അല്ലെങ്കിൽ എവറി സഫറിങ്, എവറി അപ്സ് ആൻഡ് ഡൗൺ വി നീഡ് ടു എൻജോയ് ഇൻ അവർ ലൈഫ്. Once you begin to enjoy, you are obliged to praise and thank the Lord. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവിടെ ജോലിയുടെ പ്രൊമോഷനും ജോലി പോയതും ഒരേ ആറ്റിറ്റ്യൂഡിൽ കാണുന്നവരാ ദൈവമക്കൾ. നമുക്കാകെ ഇതറിയാവുന്ന കല്യാണത്തിൻ്റെ സമയത്താണ്. കല്യാണത്തിൻ്റെ സമയത്ത് ചെറുക്കൻ്റെ പെണ്ണിനെ കൈ പിടിച്ചിട്ട് പാസ്റ്റർ പറയും, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും. അതുമാത്രമേ നമുക്കറിയത്തുള്ളൂ. എപ്പോഴും നിന്നോട് പാർത്തോളാന്ന്. ഇതുപോലെ കർത്താവിനോട് പാർക്കാൻ പറ്റുമോ? ഭാര്യയോടെ പാർക്കാൻ വേണ്ടി ഒരു ഉടമ്പടി ചെയ്യുന്ന പോലെ തന്നെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അങ്ങേ മാത്രം സ്നേഹിച്ച്, അങ്ങേ മാത്രം ആരാധിച്ച്, അങ്ങയ്ക്ക് മഹത്വം കൊടുത്ത് എൻ്റെ ആയുസ് കഴിയുമെന്ന് ഞാൻ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭ എന്ന വധു, ഹല്ലേലൂയ, കർത്താവ് എന്ന വരനോട് ഒരു ഉടമ്പടി എടുക്കാൻ പറ്റുമോ? As you are given the covenant with your spouse, the same way our glorious bridegroom is expecting to hear a vow from your mouth. ഇന്ന് രാത്രികാലം സ്വർഗം പ്രതീക്ഷിക്കുന്നു, എൻ്റെ കാന്ത, എൻ്റെ മണവാട്ടി എന്നോടൊരു ഉടമ്പടി ഇങ്ങനെ ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ആ മണ്ണിലെ ജീവിതം എത്ര സുഖകരമായിരിക്കും ദൈവമക്കളെ, എത്ര ആസ്വാദകരമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അനുഭവിക്കുന്ന ദൈവമക്കൾ തലതെല്ലി കരയത്തില്ല. അങ്ങനെ അനുഭവിക്കുന്ന ദൈവമക്കൾ മനസ്സിടിഞ്ഞു പോകത്തില്ല. അവർ ഉറച്ചിരിക്കും, അവർ പാട്ട് പാടും. അങ്ങനെ പാടിയ ഭക്തന്മാരുടെ പാട്ടാ നമ്മൾ ഇവിടെ നിന്ന് പാടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും, ദേഹി ദുഃഖത്താൽ തകർന്നാലും, എല്ലാം പ്രതികൂലമായാലും ഞങ്ങൾ യാത്ര ചെയ്യും ക്രൂശെ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ വിശ്വാസയാത്ര ഇത്ര ആഘോഷമായി മാറുന്നത്. ഇവിടെ ഹല്ലേലൂയ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ തന്നെ ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് താൻ പറഞ്ഞു തുടങ്ങുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവർക്ക് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ് സുവിശേഷം. അല്ല, അത് യവനനായാലും യഹൂദനാണെങ്കിലും ബർബറിനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും റോമാക്കാരനാണെങ്കിലും ആരാണെങ്കിലും സുവിശേഷത്തെ മാറ്റി നിർത്തിയിട്ടൊരു പരിപാടിയില്ല. അത് ദൈവശക്തിയാണ്. എനിക്ക് ഓരോ അധ്യായങ്ങളും പറയണമെന്നുണ്ട്, കാരണം അല്ലെങ്കിൽ ആവേശം കൊണ്ടും പറഞ്ഞു പോയത്. നിർത്തിയിട്ട് 8-ാം അധ്യായത്തിൽ വരികയാണ്. 2 പ്രമാണങ്ങളുടെ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ 2 ലോസ്. ഹല്ലേലൂയ. 2 പ്രമാണങ്ങളുടെ ഒരു ബൈപ്പോളർ, ഹല്ലേലൂയ, ഒരു 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 ചിന്തയാണ് അവിടെ കൊടുക്കുന്നത്. ഒന്ന്, സ്തോത്രമല്ലേ, ജീവൻ്റെ പ്രമാണം. 2 ജഡത്തിൻ്റെ പ്രമാണം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രമാണവും ജഡത്തിൻ്റെ പ്രമാണവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെയാണ് അവിടെ പൗലോസ് അവതരിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ലോകം പറയുന്നു, നാം ഈ വാക്യത്തിലേക്ക് വരികയാണ്, ഒരു ഭാഗമെങ്കിലും എനിക്ക് ഇന്ന് രാത്രി പറയണമല്ലോ. ലോകം പറയുന്നു ഇതെൻ്റെ വിധിയാണ്. ജീവിതത്തിലൊരു മരണം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ, നിന്ന വരുമ്പോൾ ലോകം പറയുന്നു ഇതെൻ്റെ തലവരെയാണ്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ മനുഷ്യൻ സ്വയം പ്രാകുന്നു, ഇറങ്ങിപ്പോകുന്നു, നഷ്ടപ്പെടുന്നു. ആത്മീയ ലോകത്തിലും അങ്ങനെ കാണുന്നുണ്ട്. നഷ്ടങ്ങളെ ഹല്ലേലൂയ പെരുപ്പിച്ച് കാണുന്ന ഒരു കൂട്ടം സമൂഹങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവമക്കൾ പറയും ഹല്ലേലൂയ ഇത് നന്മയ്ക്കാണ്. കാരണം ഇത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, കാരണം 139-ാം സങ്കീർത്തനത്തിൽ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എന്നെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നു നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്തു, എൻ്റെ നിരൂപണമൊക്കെയും നീ ദൂരത്തു നിന്ന് അറിയുന്നു. നീ അറിയാതെ ഒരു വാക്കും
എൻ്റെ നാവിന്മേലില്ല. മുൻപടച്ചതും പിൻപടച്ചതും അങ്ങയുടെ കൈ എൻ്റെ മേൽ വെക്കുവാനാണ്. ഈ പരിജ്ഞാനം, ഈ അറിവ് ഒരു കോളേജും എനിക്ക് തരത്തില്ല. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് എവിടെ പോകാൻ പറ്റും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നീ ഉണ്ട്. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെന്ന് പറഞ്ഞാൽ അവിടെയും ദൈവമുണ്ട്. സ്തോത്രം. 13 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നതല്ലേ, പിന്നെ നീ എന്നെ ഹല്ലേലൂയ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ ഹല്ലേലൂയ. നമ്മുടെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഒന്ന് മാറണം. കണ്ണാടി നോക്കിയെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് വരെയൊക്കെ 4 പേര് എന്നെ കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, നമ്മളെല്ലാം ഈ യൗവനക്കാരെല്ലാം കഴിഞ്ഞ് വന്നില്ലയോ? 20 വയസ്സ് വരെയൊക്കെ ജനത്തിൻ്റെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും എന്നെയാണ്, നിങ്ങൾ കൂട്ടത്തിലുണ്ടേ, എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് സൈക്കിളെ കൈവിട്ടൊക്കെ പോകുന്നത് പിള്ളേർ. കാരണം എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ബൈക്കിൽ ഒരു വീലൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഓടിക്കുന്നത്. ഈ 70 വയസ്സുള്ള ആരും അങ്ങനെ ചെയ്യുന്നുണ്ടോ? കാണാറില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു 20 വയസ്സ് വരെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം, ലോകം മുഴുവൻ ദേ ആർ വെൽ ഫോക്കസ്ഡ് ഓൺ മീ എന്നാ. ഒരു 40 ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരും നമ്മളെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ പറയും വെറുതെ 10-40 വർഷം കളഞ്ഞു. കാരണം ഇനി എന്ന് യാക്കോബ് പറഞ്ഞ കണക്ക് സ്വന്തം ഗ്രഹത്തിന് വേണ്ടി എന്ന് കരുതും. നമ്മളെക്കുറിച്ചൊരു നല്ല ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പറയണം, ഭയങ്കര അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം പറയുന്നു. കാരണം എന്നെ നോക്കിയാൽ ഒറ്റ മനുഷ്യൻ പോലും സ്തോത്രം പറയത്തില്ല. എല്ലാവരും അസൂയ പറയത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും അസൂയ പറയത്തുള്ളതേ. ഹല്ലേലൂയ. വണ്ണം വെച്ചിരുന്നാൽ പറയും കഴിച്ചതിൻ്റെ കുഴപ്പമെന്ന് പറയും. മെലിഞ്ഞിരുന്നാൽ പറയും എന്തോ ദുഃഖമുണ്ട്, അതുകൊണ്ട് എങ്ങനെ ക്ഷീണിച്ച്, അല്ലെങ്കിൽ ആരും ഡയഗ്നൈസ് ചെയ്യാത്ത എന്തോ അസുഖമുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യൻ അതിനകത്ത് എന്ത് പറയും? കുറ്റം കണ്ടുപിടിക്കും. വീട് വെച്ചാൽ കുഴപ്പം, വീടില്ലെങ്കിൽ കുഴപ്പം, രോഗം വന്നാൽ എല്ലാം കുഴപ്പം. പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ചെന്ന് പറയണം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ എന്നെ മെടഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭയങ്കര അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം, മൈ ഫ്രെയിം വാസ് നോട്ട്, എനിക്ക് എത്ര നീളം വേണം, എനിക്ക് എത്ര വണ്ണം വേണം, എനിക്ക് എത്ര നിറം വേണം, എൻ്റെ നാക്കിന് എത്ര നീളം വേണം എന്ന് ഒരാൾക്കറിയായിരുന്നു. എൻ്റെ കൂട്ടത്തിലുണ്ടേ. ഇതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഭാര്യയുടെ കുറേ അധികം വഴക്കിനൊന്നും പോകണ്ട. അച്ചായനും 24 മണിക്കൂർ വഴക്കുന്ന ഇതൊക്കെ ദൈവം അറിഞ്ഞുള്ളതാണ്. നിങ്ങൾ ഇത്ര ടഫ് പേഴ്സൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഒരു തുണയെ തന്നത്. ആലോചിച്ച് നോക്കിയാട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഈ സഹോദരി കാരണം എൻ്റെ ആത്മീയത്തിൽ പോയിട്ടില്ല. ഈ സഹോദരി ഉള്ളത് കൊണ്ടാണ് നീ മര്യാദയ്ക്കോടെ ജീവിക്കുന്നത്. ദേവദാസനെ, അല്ലെങ്കിൽ ദേവദാസിയെ, ഇങ്ങനെ ഒരു ഭർത്താവ് ഇല്ലായിരുന്നെങ്കിൽ, അല്ല പണ്ടാണ് ചോദിച്ചു എൻ്റെ പാസ്റ്ററെ, അല്ലെങ്കിൽ ആ അമ്മാമ്മയുടെ ആത്മീയം അന്യഭാഷയും കണ്ടു കഴിഞ്ഞാൽ, ആത്മനിറവും കണ്ടാൽ പാസ്റ്റർക്ക് അറിയത്തില്ല. ഞാൻ പറയും ഈ അഭിഷേകം കൂടി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ കണ്ടു കിടക്കും? ഇതുണ്ടായിട്ടിങ്ങനാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ദൈവം തന്ന് നമ്മെ കൊണ്ടിരിക്കാൻ നമ്മളെ മെടഞ്ഞിരിക്കുകയാണ്. എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. അടുത്ത വാക്യം എന്നെ സന്തോഷിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം നിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ പറഞ്ഞാട്ടെ, ഗോഡ് ഹാസ് റിട്ടൺ എവറിത്തിങ് അബൌട്ട് ഹിം ഇൻ ഹിസ് ബുക്ക്. ഈ ലോകത്തിൽ ഒരു പുസ്തകത്തിലും നിൻ്റെ പേര് കാണത്തില്ല. കേമന്മാരുടെ ലിസ്റ്റിലൊന്നും പേരില്ല. ഇന്ന് പേരെ 4 പേര് അറിയപ്പെടുന്നിടത്ത് നിൽക്കുവാൻ ഒരു ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ പുസ്തകത്തിൽ ദൈവദാസി നിൻ്റെ പേരുണ്ട്, ദൈവദാസ നിൻ്റെ പേരുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, നിൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എഴുതി വെച്ചിട്ടുണ്ട്, നിൻ്റെ സഭയുടെ ഭാവി, നിൻ്റെ ശുശ്രൂഷയുടെ ഭാവി. 60ഓ 80ഓ ദൈവത്തിന് വിഷയമല്ല. 80ാമത്തെ വയസ്സിലും അഗ്നിദർശനം കാണിച്ച് മോശയെ വിളിച്ചെങ്കിൽ 85ാമത്തെ വയസ്സിലും കരുത്ത് കൊടുത്ത് ഹെബ്രോൻ കീഴടക്കുവാൻ ദൈവം വിളിച്ചെങ്കിൽ, ഇന്ന് രാത്രി ചിലരുടെയൊക്കെ പ്രായം കഴിഞ്ഞുവെന്ന് പറയുന്ന ചിലരുടെ മേൽ അത്യുന്നതന്റെ വലങ്കരം വന്നിട്ട് സ്വർഗം പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് ഇൻ മൈ ബുക്ക്. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഹല്ലേലൂയ. സഭക്കാരുടെ രേഖകളിൽ കാണത്തില്ല, സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് കാണത്തില്ല. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഐ എം സ്പീക്കിംഗ് ഓൺ ദ അതർ സൈഡ്. ഇവിടെ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ടെന്നേ. നീ ആരെ വിവാഹം കഴിക്കണം, എവിടെ വീട് പണിയണം, ഏത് സഭയിൽ ആരാധിക്കണം, ഏത് ശുശ്രൂഷ ചെയ്യണം, എത്ര നാൾ ഈ മണ്ണിൽ ജീവിക്കണം, ഒരു രോഗത്തിനുമല്ല നിന്റെ അവധി തീരുമാനിച്ചിരിക്കുന്നത്. സ്വർഗം എഴുതി വെച്ചത് അവിടുത്തെ പുസ്തകത്തിലുണ്ട്. ഈ വെളിപ്പാട് നമുക്കുണ്ടാകണം അകത്തേക്ക്. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എവറിത്തിങ്, ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ്. അങ്ങനെ അതുകൊണ്ട് എല്ലാം എനിക്ക് എന്തായിട്ട് മാറും?
നന്മയ്ക്കായിട്ട് മാറുമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം അത് ഓർപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ. അതിൻ്റെ ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ ഓടി വരുന്നു. 5 തെളിവുകളുണ്ട്. എനിക്കൊരു 5-8 മിനിറ്റ് കൊണ്ട് ഞാനത് വേഗം വാക്യങ്ങൾ മാത്രമേ പറയുവാൻ എനിക്ക് സമയമുള്ളൂ. എൻ്റെ 8ൻ്റെ 1-ാം വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വേദഭാഗമാണ് കണ്ടംനേഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഞാൻ തിയോളജിക്കലി അതൊന്നും ജഡ്ജ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ജഡ്ജ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന 2 ജഡ്ജുകളുണ്ട്. ഒന്ന് കോർട്ടിലെ ജഡ്ജാണ്. 2 ഈ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. കോമ്പറ്റീഷൻ്റെ സമയത്തും ആരുമുണ്ട്, ജഡ്ജസ് ഉണ്ട്. ഇത് 2 അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ജഡ്ജിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശിക്ഷ വിധിക്കാനും ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് മാർക്കിടാനും. ഇത് 2 സ്വർഗീയ കോടതി നടക്കാം. അതിൻ്റെ ആ ഭാഗം പഠി. ഇത് ക്രിസ്തുവ ശിക്ഷാവിധിയില്ല. കോണ്ടംനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്ന ശിക്ഷാവിധി മാറിക്കിട്ടി. ആർക്കാ ശിക്ഷാവിധി ഉണ്ടായിരുന്നത്? പാപികൾക്ക്. ഇപ്പം നിങ്ങൾ ആരാ? എന്തുകൊണ്ട് എൻ്റെ മേലുള്ള ശിക്ഷാവിധി മാറിക്കിട്ടി? ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാന്ന് ഒന്നാമത്തെ വെളിപ്പാട്. എന്തായിരുന്നു ഹല്ലേലൂയ നമുക്കറിയേണ്ടത്? ആർക്കാ ഇത്? ക്രിസ്തുവിലുള്ളവർക്ക്. ഇപ്പോൾ ഇത് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, 5 വർഷം മുമ്പ് കൈപൊക്കി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഹല്ലേലൂയ, 60 വർഷം മുമ്പ് എൻ്റെ വല്യപ്പൻ രക്ഷിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ 2026 ഈ മെയ് മാസം 29-ാം തീയതി രാത്രിയിൽ ട്രൂ ലൈറ്റ് ചർച്ചിൻ്റെ പ്യൂവിലിരിക്കുന്ന നിങ്ങളോടും എന്നോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് നൗ, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ 5 വിശേഷതകൾ നിങ്ങൾക്കുണ്ട്. ഒന്ന്, 2 കൊരിന്ത്യർ 5:17. ജസ്റ്റ് സീ ദ വേർഡ്സ് ഇൻ ദ സ്ക്രീൻ. അല്ലേ, ഒന്ന്, നിങ്ങൾ പുതിയ സൃഷ്ടികളായിരിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ആരാകുന്നു? പുതിയ സൃഷ്ടിയാകുന്നു. ഇഫ് യു proclaim that I am in Christ, you need to demonstrate that divine nature as a brand new person. ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവരെന്ന് പറയുമ്പോൾ, ശിക്ഷാവിധി നീങ്ങിപ്പോയവരെന്ന് പറയുമ്പോൾ പുതിയ സൃഷ്ടികളായിരിക്കണം. സ്നാനത്തിൻ്റെ സമയത്ത് മാത്രം നല്ല നമുക്കൊരു പ്രസംഗം ഉണ്ടല്ലേ, സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ അതും കൈയും കാലും വളർന്നതിനെയൊക്കെ നോക്കി പിടിച്ച് മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഞാൻ സഭയിലെ പാസ്റ്ററല്ലേ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇമാരോടെല്ലാം നമ്മൾ പറയും അല്ലേ, പാപത്തോട് നിങ്ങൾ പോരാടണം, പാപത്തിന് ജീവിക്കരുതെന്നൊക്കെ പറയും. സ്നാനം കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തുമില്ല. പക്ഷേ ആക്ച്വലി സ്നാനം കഴിഞ്ഞിട്ടാണ് പ്രസംഗിക്കേണ്ടത്. പ്രൈസ്തലല്ലേ, സ്നാനപ്പെടുന്നതിന് വലിയ പാടൊന്നുമില്ല. 3 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. വെള്ളത്തിൽ മുക്കുന്ന പൊക്കി എടുത്ത് കരയ്ക്ക് നിർത്തുന്നത് പുതിയ സൃഷ്ടിയായെന്ന് പറയുന്നത്. പക്ഷേ അന്ന് തൊട്ട് ടു walk in the newness of life, we need to teach them exactly what the Romans 6 says. റോമാലേഖനം 6-ാം അധ്യായം സ്നാനപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. സ്നാനപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സേ അല്ല. ക്രൈസ്തവരല്ലേ, നമ്മൾ ഓർക്കുന്നത് ഇത് സ്നാനപ്പെടാൻ വേണ്ടി മാത്രം ബാപ്റ്റിസമോ എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊന്നും ഒരു മനസ്സിനും ആവത്തുമില്ല. പക്ഷേ സ്നാനപ്പെട്ടവരാണ് റോമാധ്യായം 6-ാം വാക്യം വായിക്കുന്നത്. പാപം ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തരുത്, പാപം ഇനി നിങ്ങളുടെ ശരീരത്തിൽ വാഴരുത്, പാപം നിങ്ങളെ അടിമപ്പെടുത്തരുത് എന്നൊക്കെ നാം പഠിക്കേണ്ടത്. സ്തോത്രം. അപ്പം ഒന്ന്, പുതിയ സൃഷ്ടിയാണ്. ഞാൻ എൻ്റെ പഴയ സ്വഭാവം എടുക്കുമെന്ന് പറയുന്ന 75 വയസ്സുള്ള അപ്പച്ചൻ പുതിയ സൃഷ്ടി അല്ല എന്നറിയണം. എൻ്റെ പഴയ സ്വഭാവം വെച്ചായിരുന്നെങ്കിൽ എന്ന് ഒരു വാക്കെങ്കിലും അതരത്തിനോ ഹൃദയത്തിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ടില്ല? ശിക്ഷാവിധിയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. ജീവിതത്തിൽ ഒന്നും നന്മയ്ക്കല്ല, തല്ലിന് വേണ്ടിയാണെന്നറിയണം. ക്രൈസ്തവരല്ലേ. അപ്പോൾ ക്രിസ്തുവിലുള്ളവർ ആരായിരിക്കണം? പുതിയ സൃഷ്ടികളായിരിക്കണം. 2 ഗലാത്യർ 2:20 വാക്യം. ക്രിസ്തുവിലുള്ളവർ ആരായിരിക്കണം? സ്തോത്രമല്ലിയ, ഞാനല്ലേ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും വേറൊരു വ്യക്തിത്വമാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനില്ല എന്നല്ല പറഞ്ഞത്, ഞാനല്ല എന്നാണ്. മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദം ഞാൻ ഇല്ലെന്ന് പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി സവായത്തിന് ഞാൻ ഇല്ല. സ്തോത്രം. ഇനി അങ്ങനെ പറഞ്ഞ് സവരം ഉണ്ടാവില്ല. ഞാൻ മൊത്തത്തിൽ പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞ പാട്ട് പാടാത്തതുകൊണ്ട് ഞാനിന്ന് കൈയടിക്കത്തില്ല. അല്ലല്ലേ, പാസ്റ്റർ തന്നെ കുത്തിയാണ് പ്രസംഗിച്ചത്. എവിടുന്ന് കുത്താൻ? ഈ ബൈബിളിൽ നല്ലത്. കാരണം 1-ാം നൂറ്റാണ്ടിലെ പ്രസംഗം തൊട്ട് കുത്തിൻ്റെ പ്രസംഗമേ ഉള്ളൂ ബൈബിളിൽ. കേട്ടവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? 16 ഭാഷക്കാർക്ക് കുത്തുകൊണ്ടെങ്കിലാണോ ഒരു മലയാളിക്ക് കുത്തുകൊള്ളായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് കിടന്ന് ഭാരപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ വചനത്തിൽ കൂടെ പറയുന്നതല്ല ഇതെല്ലാം വചനം അങ്ങോട്ട് പറയും, ശക്തിയായിട്ട് പറയുന്നു. പക്ഷേ ഞാനില്ല, ഞാനിനി പാട്ട് പാടാനില്ല. എൻ്റെ മൈക്കിന് ഇച്ചിരി സൗണ്ട് കുറവാഞ്ഞുകൊണ്ട് ഞാനെന്തില്ല, ഞാനിനിയും അടുത്ത ആഴ്ച നിങ്ങളുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള അമേരിക്കയിലെ കാര്യം പറയുന്നത്. ഞാൻ കയറിയപ്പോൾ മാത്രം അവനെന്തോ ചെയ്തു, ഓളി ഇച്ചിരി അവർ പാവങ്ങൾ അവിടെ നിന്ന് കട്ടപ്പെടുന്നില്ല. ശമ്പളം എല്ലാം കൊടുക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല കിട്ടുന്നുണ്ടോ അറിയത്തില്ല. ഞങ്ങളുടെ ഇറച്ചി ആരും കൊടുക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ രാവിലെ 7 മണിക്ക്, നമ്മൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് 9 മണിക്ക്, ഇവർ രാവിലെ 6 മണിക്ക് വരും ഈ പിള്ളേർ. ഇവരിതെല്ലാം യു വിത്ത് മീ ഓൾ ദ യങ്സ്റ്റേഴ്സ്
ഐ അപ്രീഷിയേറ്റ് യു, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ തിങ്സ് യു ആർ ഡൂയിങ് ഫോർ ദ ചർച്ച്. അല്ലേ ഇവരെല്ലാം ചെയ്യുന്നു. ഒരു സ്നാനം ഉണ്ടല്ലേ, ഷവാടൊക്കെ ഉണ്ടല്ലേ, ആരാ ഇതെല്ലാം ചെയ്യുന്നത്? നന്ദി പറയുന്ന മൊത്തം മീഡിയ ടീമിന് താങ്ക്സ്, സൗണ്ട് ടീമിന് തീർന്നു. പക്ഷേ ഈ പിള്ളേരെല്ലാം കഷ്ടപ്പെടുന്നവരാണ്. ഇനി ഞാൻ ആ ഭാഗത്തുണ്ട്. ഇനി ഇവരെങ്ങാനും ചർച്ചിലൊന്നും ഒരു മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ പുറകെ അങ്ങ് അവൻ പിന്മാറ്റത്തിലാണ്. അവൻ്റെ മുടി വെട്ടി നോക്കത്തുള്ളൂ, അവൻ്റെ ഷർട്ടിൻ്റെ കളറ് കണ്ടോ എന്നൊക്കെ. ഈ കറുപ്പിനൊരു കുഴപ്പമില്ല. ഇത്രയെങ്കിലും വെളുത്തിരിക്കണം നിർബന്ധം നമുക്കല്ലേ സണ്ണിക്ക? മിനിമം ഇത്രയെങ്കിലും വെളുത്തിരിക്കണം എന്നാണ്. തിരിച്ചു നിട്ട് നോക്കിയാൽ ഞാൻ കറുത്ത ഷർട്ടും വെളുത്ത പാൻറ്റും ആയിരുന്നെങ്കിലോ ഇന്ന് രാത്രി നിങ്ങളുടെ മുഖത്തെ ചിരിയൊക്കെ പോയേനെ. അല്ല, എൻ്റെ കൂട്ടത്തിലുണ്ട്, നാളെ വൈകിട്ടൂടെ ഉണ്ട് ഞാനിവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാനില്ലെന്നല്ല, ഞാനല്ല. അർത്ഥം കൈയുണ്ട്, പ്രവൃത്തി ക്രിസ്തുവിൻ്റെയാ. നാക്കുണ്ട്, സംസാരം ക്രിസ്തുവിൻ്റെയാ. കണ്ണുണ്ട്, കാണുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണിൽ കൂടെയാണ്. അല്ലെങ്കിൽ ചെവിയുണ്ട്, കേൾക്കുന്നത് ക്രിസ്തു കേൾക്കുന്ന പോലെ. ഹൃദയമുണ്ട്, ക്രിസ്തു സ്നേഹിക്കുന്ന പോലെ. ഞാനില്ലെന്നല്ല, ഞാനല്ല, പുതിയൊരു വ്യക്തിയാണ് ഞാൻ. അവരാ ക്രിസ്തുവിലുള്ളവർ. ഇനി ക്രിസ്തുവിലുള്ളവർ ആരാ? ലക്ഷ്യം വേറെയാണ് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:21 അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രിസ്തുവിലുള്ളവർ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിച്ചാൽ എന്താണ്? ഈ ലോകത്തിലെ ലാഭനഷ്ട കണക്കിലെടുത്ത ജീവിച്ചാലും ലാഭം, മരിച്ചാലും ലാഭം. ഹല്ലേലൂയ. പിന്നെ ഞാൻ പാസ്റ്റർ ബിജുവിനോട് പറഞ്ഞു, നമ്മൾ ഈ മരിക്കുന്ന സമയത്തൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയും, ഈ അച്ചായ മരിച്ചതിൻ്റെ ശൂന്യത, വിടവ് ആര്? ഒരു വിടവും ഇല്ല, ഇത് അടവ് തന്നെ. അതോടെ അടഞ്ഞു. അതിനെ നമ്മൾ അടക്കമെന്ന് പറയുന്നത്. ഒരു വിടവും ഇല്ല. കാരണം യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതിന് പകരമല്ല പത്രോസ്, യാക്കോബിൻ്റെ ശുശ്രൂഷ അന്ന് വരെ ഉള്ളായിരുന്നു. എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്, അത് എൻ്റെ മരണത്തോടെ തീർന്നു, എനിക്ക് പകരം വേറെ ആരും വേണ്ട. പണ്ടാരും കൊണ്ട് ചോദിച്ചു, പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ എന്തോ ഇതിന് ഒരു കുഴപ്പമില്ല, അടുത്താണ് എഴുന്നേൽപ്പിച്ചേനെ. അതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ അതോട് അവരുടെ കാലം കഴിഞ്ഞു. പകരമല്ല ആരെ എഴുന്നേൽപ്പിക്കുന്നത്? ദൈവം ഒരു യൂണീക്കായിട്ടാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. ഒരു വിടവുമില്ല, ഒരു അടവുമില്ല. ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം. അതല്ലയോ പൗലോസ് പറഞ്ഞത്, എൻ്റെ ഓട്ടവും എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും നിറപടിയായി നിവർത്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എനിക്കൊരു ലക്ഷ്യമുണ്ട്, ജീവിച്ചാൽ ക്രിസ്തുവിന്, മരിച്ചാൽ അത് ലാഭമാണ്. ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് കൊണ്ടുപോകണം. മരണഭീതി മാറി വേണം ജീവിക്കാൻ. അല്ല, ഇന്ന് മരിച്ചാൽ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തീർന്നു എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. മൂന്നാമത് അല്ലല്ല, ആരാ ക്രിസ്തുവിലുള്ള? നാലാമത് ആരാ ക്രിസ്തുവിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ലേ നാം വായിക്കുന്ന വാക്യം കൊലോസ്യർ 3:3, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ ദൈവത്തിന് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കാണത്തേ ഇല്ല. അതിനായി വിശ്വാസികൾ പാസ്റ്റർമാർ പ്രസംഗിക്കാൻ കയറുമ്പം ഞങ്ങൾക്കിട്ടൊരു താങ്ങും, കർത്താവേ ഈ ദൈവദാസിനെ ക്രൂശിൻ്റെ പുറകിൽ നിർത്തിക്കൊണ്ടെന്ന്. കാരണം അല്ലല്ലേ, പുള്ളിയുടെ കൈ ആണിയലെ കാണാവൂ, കാരണം കാലാണിയലെ കാണാവൂ, തലയിൽ എന്തോ കാണണം, മുൾക്കിരീടം കാണണം, കയ്പ് കാടിയ പുള്ളി ക്രൂശിൻ്റെ പുറകെ നിർത്തിക്കണം. കാരണം പിതാവ്, ഇവിടെ ദൈവദാസൻ പറഞ്ഞാണ്, പിന്നെ പിതാവെ ക്ഷമിക്കണമേ എന്ന വാക്കല്ലാതെ വായിന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് ഇവരാരും പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരനെയും സഹോദരിയെയും മുകളിലോട്ട് നോക്കിയും എരുവശത്ത് കിടക്കുന്നവരെ നോക്കിയും മുന്നോട്ട് നോക്കിയൊക്കെ മൊഴിയണമെങ്കിൽ ക്രൂശിക്കപ്പെട്ടവർക്കേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അഞ്ചാമത്തെ ചിന്ത അതിനകത്ത് നിന്നുകൊണ്ട്, ഞാൻ ക്രിസ്തുവിലാണെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഗലാത്യർ 5:24 നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രമല്ലേ. എവറി പാഷൻ ഓഫ് ദ ഫ്ലഷ്, എവറി പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ് വി നീഡ് ടു ക്രൂസിഫൈ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ക്രൂശിക്കപ്പെട്ടവർക്ക് മാത്രമേ ക്രിസ്തുവിലെന്ന് അഭിമാനിക്കപ്പെടാൻ കഴിയുള്ളൂ. സമയം കഴിയുന്നതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്ന്, എല്ലാം നന്മയ്ക്കായി ആർക്കാ വ്യാപരിക്കുന്നത്? ക്രിസ്തുവേശുവിലുള്ളവർക്കാണ്. എന്തുകൊണ്ടാണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ ലഭിച്ചു. എന്തായിരുന്നു നമ്മുടെ പഴയ ചരിത്രം? ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇസ്രായേലിൻ്റെ അരജനായ ദാവീദ് ഇങ്ങനെ പാടി, ഹല്ലേലൂയ, ഇപ്പം ഞാൻ സിംഹാസനമൊക്കെ നിങ്ങൾ കാണുന്നത്, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ മധുര ഗായകമെന്നാണ് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ തലയിൽ സ്വർണ്ണ കിരീടമുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ സിംഹാസനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, നിങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ തോഴിമാരും തോഴന്മാരും ഇടം വലമുണ്ട്, കുതിരകളും രഥങ്ങളും എൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്, നിങ്ങൾ കാണുമ്പോൾ സകല പ്രതാപവും എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ അറിയണം ഒരു ചരിത്രം. 40-ാം സംഘത്ത് 1-ാം വാക്യം, ഞാൻ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. ഇതാണ് നമ്മുടെ പഴയ ചരിത്രം. കുടുംബപ്പേരൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു പകലോ മറ്റത്തിലോ ഒക്കെ കൊണ്ട് കെട്ടിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏതൻ തോട്ടിൽ നിന്ന് ഇറക്കി വിട്ടവൻ്റെ സന്തതിയാന്ന് ഓർത്തോണം. എന്തൊക്കെ അഭിമാനം പറഞ്ഞാലും, ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്, എൻ്റെ അപ്പനെല്ലാം കഴിഞ്ഞ നവംബറിൽ മരിച്ചു. ഞാൻ കണ്ടിട്ടുള്ള പാസ്റ്റർ 65 വർഷം പാസ്റ്ററായിരുന്നു. വെള്ള ഷർട്ടും വെള്ള മുണ്ടും മാത്രം ഉടുക്കുന്ന ഒരു കാലഘട്ടം
പിന്നെ ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിക്കാൻ തുടങ്ങി. പിന്നെ പാൻറ് ഷർട്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ടല്ലോ ഒരു മുണ്ടും ഒരു ബനിയനും ആയിട്ടിരുന്നത്. പിന്നെ ഞാൻ മേലോട്ട് ചോദിക്കാൻ പോയില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്രയൊക്കെ ചരിത്രം ചോദിച്ചു വന്നാലും നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ചരിത്രം ദൈവമക്കളെ. പക്ഷേ എന്തെങ്കിലും ചരിത്രം ഉണ്ടെങ്കിൽ, പേരുണ്ടായെങ്കിൽ, അഡ്രസ്സ് ഉണ്ടായെങ്കിൽ ക്രൂശിൻ്റെ ചുവട്ടി വെച്ച ഹല്ലേലൂയ. 8:29 വാക്യത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ. ദിസ് ഈസ് ദ ചെയിൻ ഓഫ് ഗോൾഡൻ ചെയിൻ ഓഫ് സാൽവേഷൻ എന്ന 5 കാര്യങ്ങൾ പറയുന്നത്. അവൻ മുന്നറിഞ്ഞവരെ. ഹല്ലേലൂയ. ക്രിസ്തു തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചു. ഫോർ നോൺ, ഹല്ലേലൂയ, ഫോർ ന്യൂ ആൻഡ് പ്രീഡിസ്റ്റൈൻഡ്. അങ്ങനെ മുൻ നിയമിച്ചവരെ വിളിച്ചു. ഹല്ലേലൂയ. ആ വിളി കേട്ടവർക്കായി സ്തോത്രം. കുമ്പനാടും കോഴിക്കോടും കൊല്ലത്തും കർണാടകയിലും മഹാരാഷ്ട്രയിലും സൗദിയിലും ഹല്ലേലൂയ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും വെച്ച് നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചു. അങ്ങനെ കൃപയാൽ ഈ വിശ്വാസത്തിലേക്ക് വന്നു. അവൻ മുന്നറിഞ്ഞവരെ ഹല്ലേലൂയ മുൻ നിയമിച്ചവരെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചു. പാപത്തിൻ്റെ കറ മാറ്റിക്കളഞ്ഞ് നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. എത്ര സന്തോഷം ഇന്ന് രാത്രി. എന്തുകൊണ്ടാണ് എനിക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നറിയുന്നതിൻ്റെ ഒന്നാമത്തിൻ്റെ തെളിവ്, പാപത്തിൻ്റെ പരിണിത ഫലമായി അതിക്രമങ്ങളാൽ പാപത്താൽ മരിച്ച എന്നെ പിടിച്ചുയർത്തിയെങ്കിൽ ഏത് അനർത്ഥവും നന്മയ്ക്കായി മാറും. മരണശിക്ഷ മാറ്റിയെങ്കിൽ അതിലും വലുതെന്തോ മാറാനുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന മേലെടുത്ത് കൊണ്ട് നടന്ന ഞാൻ, പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന മേലെടുത്ത് കൊണ്ട് നടന്ന ഞാൻ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ഹല്ലേലൂയ എഴുതത്തള്ളപ്പെട്ട ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വിരോധമായ സകല കൈയെഴുത്തും സകല കൈയെഴുത്തും തുടച്ചു മാറ്റിയെങ്കിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളെയും തുടച്ചു മാറ്റുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് മതിയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? സോ ഐ ബിലീവ് ദാറ്റ് ഓൾ തിങ്സ് വിൽ വർക്ക് ടുഗദർ ഫോർ മൈ ഗുഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും? പാപക്ഷമ ലഭിച്ച, പാപത്തിൻ്റെ ശിക്ഷ മറച്ചു കിട്ടിയ, ലംഘനം ക്ഷമിച്ചു കിട്ടിയ, ഹൃദയത്തിലെ കപടങ്ങളെ തട്ടിമാറ്റിയ സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി കർത്താവ് എന്നെ വിളിച്ചതാണ്. കർത്താവ് എന്നെ നീതീകരിച്ചവനാണ്. കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ടതാണ്. ഐ എം നോട്ട് ആൻ ആക്സിഡൻറ്റ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ്സ് നോട്ട് ബൈ ആൻ ആക്സിഡൻറ്റ് ഐ കെയിം ഓവർ ഹിയർ. ഇന്ന് രാത്രി ഭൂമിയിൽ പിറന്നതോ ഇന്ന് രാത്രി ഇവിടെ വന്നതോ ആകസ്മികമായിട്ടല്ല, ദൈവം അറിഞ്ഞവരാണ്. അവൻ എന്നെ മുന്നറിഞ്ഞു എന്ന സന്തോഷത്തോടെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും ഞങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല.